ഈരാറ്റുപേട്ട വഴി വാഗമൺ പോകുന്നവർക്ക് സഹായകരമാവുന്ന കുറച്ച് ഇൻഫർമേഷൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നും ഒരു KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സിലാണ് നമ്മൾ ഇപ്പോൾ വാഗമണിലേക്ക് യാത്ര ചെയ്യുന്നത്. വാഗമണിൻ്റെ വടക്കൻ സൈഡിൽ നിന്നും മറ്റും വാഗമൺ സന്ദർശിക്കാൻ വരുന്നവർക്ക്, അതായത് നോർത്ത് കേരളയിൽ നിന്നും മറ്റും വാഗമൺ സന്ദർശിക്കാൻ വരുന്നവർക്ക് ഈ വഴിയിലൂടെയാണ് പോകേണ്ടത്. ഈരാറ്റുപേട്ടയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് തീക്കോയി വഴിയാണ് നമ്മൾ വാഗമണിന് പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നും തീക്കോയി വെള്ളിക്കുളം വഴിയാണ് നമ്മൾ വാഗമണിന് പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ പൂഞ്ഞാറിന് പോകുന്ന വഴിയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നും ഏകദേശം 26 കിലോമീറ്റർ ദൂരമുണ്ട് വാഗമണിലേക്ക്. ഈ അടുത്ത് പുതുക്കി പണിത റോഡാണ് ഈരാറ്റുപേട്ട വാഗമൺ റോഡ്. നല്ല റോഡാണ് ഇപ്പോൾ, പക്ഷേ കുറച്ച് സ്ഥലത്ത് വീതി കുറവാണ്. അവിടെ വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണിലേക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സിന് 38 രൂപയാണ് ചാർജ്. നമ്മളിപ്പോൾ തീക്കോയി എത്തിച്ചേർന്നിരിക്കുകയാണ്. സെൻറ്റ് മേരീസ് ഫൊറൈൻ ചർച്ചാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. തീക്കോയി പള്ളിവാതിൽ എന്ന സ്ഥലമാണ് ഇത്. തീക്കോയിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു വേണം ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ ടൂറിസ്റ്റ് പ്ലേസസിലേക്ക് പോകുവാൻ. തീക്കോയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട് ഇല്ലിക്കൽ കല്ലിലേക്ക്. ഇവിടെ നിന്നും 20 കിലോമീറ്റർ ദൂരമാണ് ഇലവീഴ, പൂഞ്ചിറയിലേക്ക്. ഇവിടെ നിന്നുമാണ് ഇല്ലിക്കൽ കല്ല്, ഇലവീഴ, പൂഞ്ചിറയിലേക്കൊക്കെ തിരിയുന്നത്. ഇടത്തോട്ട് പോകുന്ന ആ വഴിയാണ് ഇല്ലിക്കൽ കല്ല്, ഇലവീഴ, പൂഞ്ചിറ. വലത്തേക്ക് തിരിഞ്ഞ് പോയാൽ നമുക്ക് മർമല വാട്ടർഫോൾസിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. അതുവഴിയാണ് വാഗമണിലേക്കും പോകേണ്ടത്. ഈ വഴിയാണ് മർമല വാട്ടർഫോൾസിലേക്കുള്ള വഴി. ഇപ്പോൾ ഈ വഴി നന്നാക്കിയ ശേഷം 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് നമുക്ക് വാഗമൺ എത്തിച്ചേരാം. നമ്മൾ 10:10 ഈരാറ്റുപേട്ടയിൽ നിന്നും തിരിച്ചത്. ഏകദേശം 11 മണിയോടുകൂടി വാഗമൺ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 10 ഇന്ന്. ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ട് വാഗമണിൽ അത്ര തണുപ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി നേരത്തെ വാഗമണിലേക്ക് വരുന്നതാണ് നല്ലത്. അതായത് നവംബറിന് മുൻപായിട്ട് വരുന്നതാണ് നല്ലത്. റോഡിൻ്റെ സൈഡൊക്കെ വളരെ നല്ല രീതിയിൽ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടോ, വളരെ നല്ല രീതിയിൽ തന്നെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വേലത്തുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും വെള്ളിക്കുളം വഴിയാണ് വാഗമണിലേക്ക് പോകുന്നത്. വെള്ളിക്കുളം ഭാഗത്തും മറ്റും ധാരാളം റിസോർട്ട്സും ഹോം സ്റ്റേയ്സും മറ്റും അവൈലബിൾ ആണ്. പോകുന്ന വഴിയിൽ ധാരാളം വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത്തവണ യാത്ര ബസ്സിലായതുകൊണ്ട് അവിടെ നിർത്തി കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ ധാരാളം വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ കാണാം. അതാണ് വ്യൂ പോയിൻ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് അതിമനോഹരമായ കാഴ്ചയാണ് താഴ്വാരത്തിൻ്റെ. ധാരാളം പേർ ഇവിടെ നിർത്തി കാഴ്ചകൾ കാണുന്നുണ്ട്. ഇവിടെ തന്നെ അങ്ങ് ദൂരെയായിട്ടൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റാച്യുവിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊന്ന് കാണാം. അതൊരു കടുവയുടേതോ മറ്റോ ആണെന്ന് തോന്നുന്നു. ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാമെങ്കിൽ നല്ലതായിരുന്നു. ഒരുപാട് പേര് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് KSRTC ബസ് ആയതുകൊണ്ട് ഇവിടെ നിർത്തി യൂസൊന്നും കാണാൻ സാധിക്കത്തില്ല. നമ്മൾ വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് വാഗമണിലേക്ക് പോകുന്നത്.
ദൂരെയുള്ള മലമടക്കുകളുടെ കാഴ്ച വളരെ മനോഹരമാണ്. ക്യാമറയിൽ അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ വളരെ മനോഹരമാണ്. വാഗമണ്ണിൽ തണുപ്പുള്ളതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. നമ്മളിപ്പോൾ വഴിക്കടവ് എത്തിച്ചേർന്നിരിക്കുകയാണ്. വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് വഴിക്കടവ്. തീക്കോയി ഗ്രാമപഞ്ചായത്ത് റോഡൊക്കെയാണ്. മൊട്ടക്കുന്ന് 5 കിലോമീറ്റർ, കുട്ടിക്കാട് 25 കിലോമീറ്റർ, കുരിശുമല 1.3 കിലോമീറ്റർ. അങ്ങനെ 10:10 ഈരാറ്റുപേട്ടയിൽ നിന്നും തിരിച്ച് ഏകദേശം 11 മണിയായപ്പോൾ നമ്മൾ വാഗമണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.